ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. ഇന്നിപ്പം എന്താ പറയുക, വോയിസൊക്കെ എങ്ങനെ കൊടുത്ത് തീർക്കും എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. എന്താണെന്ന് വെച്ചാൽ ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി തുടങ്ങിയിട്ട് ചുമ നിൽക്കാണ്ട് ചുമക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തൊക്കെ അങ്ങനെ പറഞ്ഞ് തീർക്കേണ്ടി വരും. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ ഇടാതിരുന്നാൽ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയിപ്പോവും. അല്ലെങ്കിലേ വലിയൊരു ഉയർച്ചയിലേക്കൊന്നും എത്താത്തൊരു ചാനലായതുകൊണ്ട് ഇനി നമ്മൾ തീരെ വീഡിയോ കൂടെ ഇടാതിരുന്നാലേ പറ്റതായി പോവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബദരീങ്ങളെ നമ്മൾ ബദർ ദിനമൊക്കെ ആണല്ലോ, റമദാൻ 17. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒന്നും അങ്ങനെ നമ്മൾ വലിയ കടിയും കറിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പള്ളിയിൽ നിന്ന് ചോറും കറിയൊക്കെ കിട്ടും. പിന്നെ എന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അസർ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തിരക്കൊന്നുമില്ലല്ലോ, പള്ളിയിൽ നിന്ന് എന്തായാലും ചോറ് കിട്ടുകയും ചെയ്യും. പിന്നെ എണ്ണക്കടി മാത്രം ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതാ ഉണ്ടാക്കുന്നത് മസാല ബോണ്ടയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള മസാല ബോണ്ടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ ഇറച്ചിയൊന്നും ഇന്ന് വാങ്ങിയിട്ടുമില്ല കേട്ടോ. ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇന്ന് പിന്നെ പള്ളിയിൽ നിന്ന് എന്തായാലും കറി കിട്ടുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇന്ന് അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ അതിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഞാൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി ചൂടാകുന്ന ആ ഒരു സമയം കൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഒന്നും ഉണ്ടാക്കണില്ല, കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ എണ്ണക്കടി ഇല്ലാതെ ആവൂല കേട്ടോ. എന്തായാലും ആ നോമ്പ് തുറക്കുന്ന നേരത്ത് ഒരു എണ്ണക്കടിയും ജ്യൂസും ഇല്ലാതെ ആവൂല. അപ്പോൾ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ ആയത്. ജ്യൂസ് കുടിക്കുകയും ചെയ്യും, കുടിക്കാതെ നിൽക്കാനും കഴിയൂല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ. നല്ല ചുമയാണ്. ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല. കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ കാണിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു സൂക്കേട് വന്നാൽ വേഗം ഓടിപ്പോയി കാണിക്കാനൊന്നും ഞാൻ പോകില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് സൈഡാവുമല്ലോ, ഇനി നിൽക്കാൻ പറ്റൂല, ഇനി ഹോസ്പിറ്റൽ തന്നെ ശരണം എന്നുള്ള ആ ഒരു ഇതങ്ങോട്ട് വരുമ്പോൾ വേഗം അങ്ങോട്ട് മണ്ടി അങ്ങോട്ട് പോകും കേട്ടോ. ഇതിങ്ങനെ ഞമ്മക്ക് ഉണ്ടാവില്ല ഒരു പൊടിക്കൈകൾ ചെയ്ത് നോക്കാനൊക്കെ, അതൊക്കെ ഇങ്ങോട്ട് നോക്കും. ഇപ്പം പിന്നെ നോമ്പായതുകൊണ്ട് വല്ലാണ്ട് അഭ്യാസം ഒന്നും അങ്ങോട്ട് നടക്കണമില്ല. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചുക്ക് കാപ്പിയോ ഇഞ്ചി നീരോ അല്ലെങ്കിൽ ചെറിയുള്ളിയോ ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ച് നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മളിതാ ബോണ്ടക്കുള്ള മസാല ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി ഒന്ന് ചോപ്പറിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉള്ളിയും അതിലേക്ക് പച്ചമുളകും കൂടെ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലോണം വാടി വന്നപ്പം നമ്മൾ സാധാരണ മറ്റേ സമൂസക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിങ് പോലെ തന്നെയാണ് കേട്ടോ. ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചി നമ്മളൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം ഇറച്ചി ഇടുന്നില്ല. അപ്പം മസാലപ്പൊടികളായിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. ആ പൊടികളൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉരുളക്കിഴങ്ങും ആ ഒരു കുഞ്ചിയും കൊണ്ടൊന്ന് ആ ഒരു കല്ലില്ലേ നമ്മളെ കുത്തുന്നത്, ഞാൻ അതുകൊണ്ടാണ് കേട്ടോ പൊടിച്ചെടുക്കൽ. അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഏകദേശം നല്ലോണം ഒന്ന് തണുത്ത് വരണം കേട്ടോ. തണുത്ത് വന്നാൽ നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ടൊന്ന് ചെറിയ ഉരുളകളാക്കി എടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതവിടെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി പറയുന്നത് തീ കത്തിച്ച് ചോറിനുള്ള പൊൽച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ വെള്ളം വെക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായി ഞാൻ തീ കത്തിച്ചിട്ട്. കുറേ ദിവസമായി എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ടോ. എന്നിട്ട് എനിക്ക് മനസ്സിന് തന്നെ എന്തോ ഒരു ഇടങ്ങാറ് കേട്ടോ. നമ്മളിങ്ങനെ എപ്പോഴും അടുപ്പ് ഇങ്ങനെ കത്തിക്കണതാണല്ലോ. അപ്പോൾ ഇത് കത്തിക്കാണ്ടാവുമ്പം എന്തോ ഒരു ഇടങ്ങാറ് കേട്ടോ. ശരിക്കും ഇത് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റൊരു ഗ്ലാസ് അരി ഇട്ടൊന്ന് പൊളിച്ചക്കത്തേക്ക് ചോറ് വെക്കാനേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വേണമെങ്കിലൊന്ന് ഗ്യാസും ഇട്ടാൽ ഒരു റേഷൻ അരിയും കൂടെ അല്ലേ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത്, അപ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. പക്ഷെ ഇന്നിപ്പം എന്തായാലും വേണ്ടിയില്ല, തീ കത്തിച്ചിട്ട് അടുപ്പത്ത് നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ എന്തോ ഒരു ഇടങ്ങാറ് കേട്ടോ, കുറേ ദിവസമായിട്ട് ഇങ്ങനെ കത്തിക്കാണ്ടായപ്പോഴേ. അപ്പോൾ ഇന്ന് ഒന്ന് അതിനായിട്ടൊന്ന് ചോറ് വെക്കാനായിട്ട് കത്തിച്ചതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഗ്യാസുമ്മ തന്നെയാണല്ലോ ആക്കൽ. അപ്പോൾ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചു. നമ്മളെ ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അവിടുന്ന് അങ്ങനെ ആയിക്കോളും. നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വോയിസ് ഞാൻ കൊടുത്ത് തീർക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ചുമ ഇങ്ങോട്ട് വരിക, അപ്പം അങ്ങോട്ട് സ്റ്റോപ്പാക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ.
പിന്നെ ഇതാ തീയൊക്കെ കത്തിച്ചു, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അറിയണത് ഞാൻ ചപ്പ് ഇംഗ്ലീഷ് ചീരേൻ്റെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ മുറ്റത്തുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം ഇത് ഉപ്പേരി വെക്കാമെന്നതിന് വിചാരിച്ചത്. പറിക്കാൻ പോയി ഇത് പറിക്കണ വരെ ഉപ്പേരിമേലായിരുന്നു കേട്ടോ ചിന്ത ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള താത്ത അത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈമക്കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചത് താളിക്കാനാണോന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത് താളിക്കുമോന്ന്. ആ താളിക്കും എന്ന് പറഞ്ഞു കേട്ടോ. ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ മുരിങ്ങയൊക്കെ താളിക്കും പോലെ താളിക്കും എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ഉപ്പേരി മാറ്റിയിട്ട് എന്നാൽ പിന്നെ താളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ വെറുംചോറും ഇതെന്തെങ്കിലും ഒരു താളിപ്പം, പിന്നെ വേണമെങ്കിൽ പൊലച്ചക്കത്തേക്ക് വടുകുണ്ട്, കയ്പ്പൊക്കെ ഉണക്കിയതുണ്ട്, ഒക്കെ പെങ്ങൾ അവിടെ നിന്ന് കൊടുന്നത് കഴിഞ്ഞിട്ടോ മിഞ്ഞാന്ന് നോമ്പ് തുറന്നിട്ട് വരുമ്പോൾ. അപ്പോൾ അതുണ്ട്, വേണമെങ്കിൽ 2 ഓംപ്ലേറ്റ് അടിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഈ താളിച്ച് വെച്ച ചപ്പും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ചോറും വാർത്തോടത്തുനിന്ന് നിവർത്തിയിട്ടില്ല ഇനി കേട്ടോ. ഇന്നലെ എന്താ പറഞ്ഞാൽ നമ്മൾ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറും കറിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊലച്ചക്ക് അത് ആവി കയറ്റിയിട്ട് ആ ഒരു ചോറും കറിയും തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് അങ്ങനെ ബാക്കിയായിട്ടുണ്ടായിന് കേട്ടോ. പക്ഷെ ഇത് ഇനിയിപ്പോൾ പള്ളിയിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് അധികം തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ ഉണ്ടായിരുന്നു. എന്നാലും അതൊന്നും അറിയാതെ ഞാൻ ഇതപ്പം വെള്ളം തളിച്ചപ്പം അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പും ഒന്ന് നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചേ പറിച്ചിട്ടുള്ളൂ, നമുക്ക് ആ പൊലച്ചക്കത്തേക്ക് മാത്രം മതിയല്ലോ. പിന്നെ പിറ്റേന്നൊന്നും ഇപ്പോൾ ആർക്കും ആവശ്യമില്ല ഇതാനും. അങ്ങനെ അരി ഇട്ട് കൊടുത്തു, ചപ്പ് നന്നാക്കി വെച്ചു. പിന്നെ ഇപ്പം അടുത്തത് നമ്മളെ മസാല ബോണ്ടക്കുള്ള ഉരുളകളൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് ഞാൻ ചെറിയൊരു പാത്രത്തിൽ ഇത്തിരി ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കടി കഴിക്കാൻ. ഇറച്ചിയും കൂടെ ഇട്ടാൽ പ്രത്യേക ടേസ്റ്റ്. ഞാൻ പിന്നെ ഇതിലേക്ക് ഇടാനായിട്ട് ഇറച്ചി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വാങ്ങാണ്ട് നിന്നതാണ് കേട്ടോ. ഒന്ന് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലൊക്കെ ഉള്ള കുഞ്ഞു ബോൾസുകളാക്കിയിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പം എല്ലാവരും ഉണ്ടാക്കണതായിരിക്കും, എല്ലാവർക്കും അറിയണതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ അതിലേക്കുള്ളതും എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി പറയുന്നത് ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. മസാലയല്ല, മാവ് റെഡിയാക്കി എടുക്കുകയാണ്. ഇതൊന്ന് നമുക്ക് മുക്കി പൊരിക്കണമല്ലോ അതിനുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പത്തിരിപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പത്തിരിപ്പൊടി ചിലവരൊന്നും ഇടലില്ല, പക്ഷെ ഞാൻ കുറച്ച് പത്തിരിപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും രണ്ടുമാണ് എടുക്കൽ. അപ്പോൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി എടുക്കുക. നമുക്ക് ആ ഒരു മുക്കി എന്താ പറയുക പഴംപൊരീൻ്റെ ഒക്കെ ആ ഒരു മാവ് നമ്മൾ കൂട്ടൂല, ആ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി എടുക്കുക കേട്ടോ. ഒന്നായിട്ട് എല്ലാം കൂടെ ഒഴിച്ചിട്ടുണ്ട്, ചിലപ്പോൾ വെള്ളം കൂടിയാൽ ഇടങ്ങാറാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതാക്കിയിട്ട് കൈകൊണ്ട് നല്ല കുഴച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ കൈകൊണ്ടായിരുന്നു കുഴച്ചത്, അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മളെ മാവും ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഒരു 6 മണിയാണ് നമ്മളെ ഒരു ടൈം എണ്ണക്കടി ചുടുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പം ഇത് ഓരോന്നോരോന്ന് മുക്കി അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചപ്പൊന്ന് താളിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ പണികളും വേഗം അങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യണം എനിക്കിഷ്ടമല്ല കേട്ടോ. ചെറുതൊക്കെ ചെയ്യാമെന്നല്ലാതെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടും പിന്നെയും പണിയെടുക്കണത് എനിക്കെന്തോ ഒരു ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ മുന്നേ എല്ലാം അങ്ങോട്ട് ആക്കി വെച്ചാൽ നോമ്പും തുറന്ന് നിസ്കാരവും കഴിഞ്ഞ് നമുക്കൊരു ഭാഗത്ത് ഇരിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചപ്പിനുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് മൂത്ത് വാടി വന്നപ്പം നമ്മളെ ചപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം ടേസ്റ്റ് ഉണ്ടേനോ ഇല്ലേ എന്നുള്ളത് ഇത് അറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ഈ ഇംഗ്ലീഷ് ചീര താളിച്ചിട്ടില്ല. ഇത് നമ്മൾ ഇന്നലെ പൊളിച്ചൊക്കെ കൂട്ടിയിട്ടുമില്ല കേട്ടോ. അത് ഉണ്ടാക്കി വെച്ചോടത്ത് തന്നെ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചാൽ നാളത്തേക്ക് ഇപ്പോൾ ചോറും ചപ്പ് കറിയും ഒക്കെ ഉണ്ട് താനും. ഇനിയിപ്പോൾ നാളെ വേറെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്താണ് അതും അവിടെ താളിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നാഫിമോൻ ഇതാ പള്ളിയിൽ മൗലൂദൊക്കെ കഴിഞ്ഞ് ചോറ് വാങ്ങി വന്നിട്ട് ഇക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറ് ഓൻ്റെ അടുത്ത് അങ്ങോട്ട് കൊടുത്ത് വിട്ടതായിരുന്നു. അടുത്തുള്ള താത്താൻ്റെ അടുത്തുള്ള ചോറും ഓൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങോട്ടും കൊടുത്തിട്ട് നമ്മളത് ഇതാ ഓനും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല ചൂടുള്ള ചോറും ചിക്കൻ കറിയാണ് കേട്ടോ, നെയ്ച്ചോറും കറിയുമാണ്. ഇപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ, നമുക്ക് എന്തോ ഒരു ഇഷ്ടമാണല്ലേ ഈ പള്ളിയിൽ നിന്നൊക്കെ ചോറ് കിട്ടുമ്പോൾ അല്ലേ. അപ്പോൾ ഞാനത് കയ്യോടെ വേഗം ചോറ് ഒരു പാത്രത്തിൽ കറിയും വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണ്ണക്കടി ഇതാട്ടോ ബോണ്ട ഓരോന്ന് ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ കട്ടൻ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ അടുപ്പിൽ
ചീഞ്ചട്ടി ഇതാട്ടോ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് കുറച്ച് അതിലേക്ക് ആ ഒരു മാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ എണ്ണ നല്ലോണം ചൂടായിക്കണം, മെല്ലെ ഓരോന്നോരോന്നായിട്ട് മുക്കി അങ്ങനെ പൊരിച്ച് എടുക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നോമ്പും വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മളിത് ഇങ്ങനെ എന്താ പറയുക, ചിലപ്പോൾ നിങ്ങൾ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സെറ്റപ്പ് ആയിട്ടുള്ള കടികളും വെറൈറ്റി ഒക്കെ ഉണ്ടാവില്ലേ. നമ്മളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെ ചിലപ്പോൾ എന്താ പറയുക, ഫോണിൽ ഇങ്ങനെ നമ്മൾ മാറ്റി നോക്കുമ്പോൾ ഓരോരോ കടിയും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ എന്താ പറയുക, ഇന്ന് അത് ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എങ്ങനെ തിരിച്ച് മറിച്ച് വന്നാലും നമ്മൾ സാധാരണ എന്താണോ ഉണ്ടാക്കൽ അതിമേലേക്ക് എത്തും കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കേണ്ടത് ചിലപ്പോൾ റൗണ്ട് അടിച്ച് അങ്ങനെ ഉണ്ടാക്കുക എന്നല്ലാണ്ട് അങ്ങനെ വലിയ വെറൈറ്റിയിലേക്കൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കണതന്നെ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ അതാ ഫസ്റ്റത്തത് ഒരു ഭാഗം ആയതിൻ്റെ ശേഷം അത് മറച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തെ ഭാഗവും ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഫസ്റ്റത്തെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങോട്ട് കോരിയെടുക്കുകയാണ്. എൻ്റെ ബാക്കിയുള്ളതും കൂടെ ഒന്നിട്ട് ചുട്ടെടുക്കണം. പിന്നെ ഇന്ന് ജ്യൂസ് അടിക്കുന്നത് ഇളനിയാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാക്ക 2 ഇളനി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇക്ക വരുമ്പം ഇതാ പാലൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞത്, നല്ല തണുത്ത കട്ടപ്പാലും വെള്ളമൊക്കെ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഇന്നാട്ട് കുടിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ജ്യൂസ് അടിക്കലും നമ്മളെ കടി ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാത്തിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം മേശമ്മൽ ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട്. വത്തയ്ക്കും ആപ്പിളും മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസും കടിയും എല്ലാം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അടുക്കള വൃത്തിയാക്കലും പിന്നെ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞൊന്ന് റാഹത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോഴത്തേക്കും ഇതാ ബാങ്കൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറക്കലും പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ടുള്ള നിസ്കാരവും ഓത്തും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു വന്നു. ഞാൻ എന്താണെന്നറിയോ ചെയ്യണത്, എന്താ പറയുക, ഇത് കരിപ്പെട്ടിയാണ് കേട്ടോ. ഇതൊന്ന് ഇക്ക ഓട്ടം പോയപ്പോൾ വാങ്ങി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുമച്ച് ഒരു പരിവായപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അപ്പോൾ അതൊരു 2 ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു ചുക്ക് കാപ്പി നമ്മൾ കാച്ചൂല, അതുപോലെ ആ ഒരു കാപ്പി ഒന്ന് കാച്ചി കുടിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കാച്ചിയതാണ് കേട്ടോ. സംഭവം എന്തായാലും അത് കുടിച്ചപ്പോൾ എനിക്ക് തൊണ്ടക്ക് ആ ഒരു എരിവ് ഇങ്ങനെ നിന്നപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ചുമ കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഇക്ക തറാവിയും കൂടെ പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങളിതാ നെയ്ച്ചോറും കറിയോ എല്ലാം വീണ്ടും കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായി. അപ്പോഴത്തേക്കും എൻ്റെ ചുക്ക് കാപ്പിയും ഇവിടെ റെഡി ആയിനി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.